ോട് വിട പറഞ്ഞ മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറാമാൻ AV മുകേഷിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. മലപ്പുറം പരപ്പനങ്ങാടിയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. ഇന്നലെ രാവിലെയാണ് പാലക്കാട് കൊട്ടേക്കാട് വാർത്താ ചിത്രീകരണത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ മുകേഷിന് ജീവൻ നഷ്ടമായത്. ഏറെ പ്രയാസമുണ്ടാക്കുന്ന, ഏറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഇനി AV മുകേഷ് ഞങ്ങൾക്കൊപ്പമില്ല, അവൻ്റെ ഫ്രെയിമുകളില്ല, അവൻ്റെ എഴുത്തുകളില്ല എന്നത് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല, വിശ്വസിക്കാനായിട്ടില്ല. അവൻ്റെ കുടുംബം എങ്ങനെ ആ വേദന, ആ പ്രയാസം അതിജീവിക്കുമെന്നുള്ള ഓർക്കുമ്പോൾ വേദന ഇരട്ടിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. CK വിജയൻ നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നു. CK, ഇനിയില്ല AV മുകേഷ്. തീർച്ചയായും അതെ, ആ ഒരു യാഥാർത്ഥ്യം ഇനി നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. കാരണം മുകേഷിന്റെ ജീവൻ ഇന്നലെ രാവിലെ ഒരു 8 മണിയോടുകൂടി നമ്മെ വിട്ടു പിരിഞ്ഞതാണ്. ഇപ്പോൾ മുകേഷിന്റെ ഭൗതിക ശരീരവും അല്പസമയത്തിനകം തന്നെ ഈ മണ്ണിൽ ലയിച്ചു ചേരും. പക്ഷെ അപ്പോഴും AV മുകേഷ് എന്ന ക്യാമറാമാൻ നമുക്ക് ഒപ്പമുണ്ടാകും, നമ്മൾക്കിടയിലുണ്ടാകും, നമ്മളുടെ ചുറ്റുവട്ടത്തും ഉണ്ടാകും, കൺമുൻപിലും എല്ലാം ഉണ്ടാകും. അവന്റെ എഴുത്തുകളായി, അവന്റെ ഫ്രെയിമുകളായി, അവന്റെ നിരീക്ഷണങ്ങളായി എല്ലാം തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അത്രമാത്രം അവന്റെ ജീവിതവും ഇവിടെ അവശേഷിപ്പിച്ചിട്ടാണ്, അതിന്റെ ചിഹ്നങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ അവശേഷിപ്പിച്ചാണ് അവൻ പോകുന്നത്. എത്രമാത്രം പൊതുസമൂഹത്തോട് താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളോട് കടപ്പെട്ടവനായിരുന്നു അവൻ എന്ന് അവന്റെ എഴുത്തുകളിൽ മനസ്സിലായിട്ടുണ്ട്, അവന്റെ കാഴ്ചപ്പാടുകളിൽ മനസ്സിലായിട്ടുണ്ട്, അവൻ ചിത്രീകരിച്ച ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. പരിസ്ഥിതിയോടും പ്രകൃതിയോടും ജീവനോടും പുഴയോടും എല്ലാം തന്നെ മറ്റ് ജീവജാലങ്ങളോടും എല്ലാം തന്നെ അങ്ങേയറ്റത്തെ പ്രതിബദ്ധത എന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് AV മുകേഷ്. ഒരുപക്ഷെ മുകേഷിന്റെ ജീവിത ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവയെല്ലാം ആയിരിക്കാം എന്ന് നമുക്ക് സമാധാനിക്കാം. എന്തൊക്കെ പറഞ്ഞാലും അവൻ രേഖപ്പെടുത്തിയ ഒട്ടേറെ ദൃശ്യങ്ങളുണ്ട്, എഴുത്തുകളുണ്ട്. അതെല്ലാം എന്നും മായാതെ നമുക്ക് മുന്നിൽ കിടക്കുകയും ചെയ്യും. ഏതായാലും AV മുകേഷിന്റെ മൃതദേഹത്തിലെ ഏറ്റവും അവസാനത്തെ കർമ്മങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ചെട്ടിപ്പടിയിലുള്ള വീടിന്റെ അരിക്കോട് ചേർന്ന് തയ്യാറാക്കിയ അവിടെ മൃതദേഹം ദഹിപ്പിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തി വരുന്നത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ വീട്ടിലേക്ക് അവന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പാലക്കാട് നിന്നും എത്തിച്ചത്. രാവിലെ 6 മണിയോടുകൂടി തന്നെ ഒരുപാട് ആൾക്കാർ പല ഭാഗങ്ങളിൽ നിന്നും പല അവനുമായി പരിചയമുള്ളവരും നേരിട്ട് പരിചയമില്ലാത്തവരും അടക്കം ഒട്ടേറെ പേർ എത്തി അന്ത്യകർമ്മങ്ങൾ നടത്തി. അവസാനം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിയ 100 കണക്കിന് ആൾക്കാരുണ്ട്. അവരെല്ലാം തന്നെ ഇതിനുശേഷം ഇപ്പോഴും ഈ വീടിന്റെ മറ്റു ഭാഗങ്ങളിലായെല്ലാം തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരാൾ പോലും പിരിഞ്ഞു പോകുന്നില്ല. മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ, അവന്റെ സുഹൃത്തുക്കൾ, മറ്റു മാധ്യമ പ്രവർത്തകർ എല്ലാം തന്നെ അന്ത്യോപചാരം അർപ്പിക്കാൻ പല ഭാഗങ്ങളിൽ നിന്നായി എത്തിയിട്ടുണ്ട്. ഡൽഹിയിലായിരുന്നു ഒരുപാട് കാലം മുകേഷിന്റെ മേഖല. ആ ഡൽഹിയിൽ നിന്നും വരെ അവൻ താമസിച്ച ഫ്ളാറ്റിലെ തൊട്ടടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്ന ആൾക്കാർ വരെ ഇപ്പോൾ ഈ വീട്ടിന്റെ മുറ്റത്ത് ഇരിപ്പുണ്ട്. കണ്ണ് കലങ്ങി ദുഃഖം ഘനീഭവിച്ച മുഖവുമായി ഒന്നും മിണ്ടാൻ കഴിയാതെ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്തത്രയും ആഘാതം അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് പേർ അവനൊപ്പമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ AV മുകേഷിന് അന്ത്യോപചാരം അർപ്പിച്ച ആയിരങ്ങൾ വരും. അവർക്കൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്കൊക്കെ പറയാൻ ഓരോ ഭാഗങ്ങളുണ്ട്. അവർ മുകേഷിനെ കണ്ടത് ഓരോ രീതിയിലാണ്. കേവലമായി ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറാമാൻ എന്നതിലപ്പുറത്തേക്ക് ഒരുപാട് മാനങ്ങളിലുള്ള ഒരു ക്യാമറാമാനാണ് എന്ന് ആ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അദ്ദേഹത്തിന്റെ ജീവനം എന്ന കോളം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഒരുപക്ഷെ ഒരു സാധാരണ ഒരു ക്യാമറാമാൻ ആയിരുന്നെങ്കിൽ കൂടി പോലും ഇത്തരത്തിലായിരിക്കില്ല ഒരുപക്ഷെ പ്രതികരണം ഉണ്ടാവുക. പക്ഷെ അതിനേക്കാളും എത്രയോ വലിയ ഒരു കടപ്പാട് അവനോട് പൊതുസമൂഹം കൽപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എത്ര പറഞ്ഞാലും മതിയാവില്ല, എത്ര വിവരിച്ചാലും തീരില്ല. അതുകൊണ്ട് നമുക്കിവിടെ ഈ വിവരണങ്ങൾ അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. മുകേഷിന്റെ മൃതദേഹം അല്പസമയത്തിനകം ചിതയിലേക്ക് എടുക്കും. അതിനുശേഷം നമ്മൾ ഓർമ്മകളായി നമുക്കൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. CK വിജയൻ പറഞ്ഞതുപോലെ ഇന്നലെ ഈ വാർത്ത അത് ആദ്യം ഉൾക്കൊള്ളാൻ, ആദ്യം വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ആവർത്തിച്ച് ചോദിച്ചുറപ്പിച്ചാണ് ഇത് ശരിയാണ്, ഇത് സത്യമാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്.
കാരണം നമ്മൾ ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്തൊരു വിയോഗമാണത്. അത് കഴിഞ്ഞ് കെ വിജയൻ പറഞ്ഞതുപോലെ എത്രയെത്ര സുഹൃത്തുക്കളാണ് ഇന്നത്തെ ഒരു കാലത്ത്, ഈ ലോകത്ത് സൗഹൃദത്തിനും സ്നേഹത്തിനുമൊക്കെ വളരെ നൈമിഷികമായ ആയുസ്സുള്ള ഈ ഒരു കാലത്ത് അവനെക്കുറിച്ച് അവൻ്റെ സുഹൃത്തുക്കൾ, അവനെ പരിചയമില്ലാത്ത ആളുകൾ പോലും അവനെക്കുറിച്ച് എഴുതിയ കുറിപ്പുകൾ വായിക്കുമ്പോഴും എത്രത്തോളം മനുഷ്യരെ, എത്രത്തോളം ആളുകളെ, എത്രത്തോളം അവൻ്റെ ജോലി അവൻ സ്നേഹിച്ചു എന്ന് വെളിവാക്കുന്നതായിരുന്നു അവൻ്റെ സുഹൃത്തുക്കളുടെയും മറ്റ് മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ കുറിപ്പുകൾ. അവൻ കുറേ കാലം ഡൽഹിയിലായിരുന്നു. ആ ഡൽഹിയിലുള്ള സമയത്താണെങ്കിലും ശരി, അത് കഴിഞ്ഞ് പാലക്കാടേക്ക് വന്ന സമയത്താണെങ്കിലും ശരി, എത്രത്തോളം സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി അവൻ്റെ ക്യാമറ ചലിപ്പിച്ചു, അവൻ വാക്കുകൾ കൊണ്ട് അവർക്ക് വേണ്ടി ജീവിച്ചു എന്നത് തെളിയിക്കുന്നതായിരുന്നു. ഇന്നലെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ AV മുകേഷിനെ കുറിച്ചുള്ള പലരുടെയും ഓർമ്മകൾ വായിക്കുമ്പോൾ, അനൂപ് ദാസും അരുൺ ശങ്കറും ഒക്കെ എഴുതിയത് വായിക്കുമ്പോൾ അത് നമ്മുടെ കണ്ണ് നിറയ്ക്കും. AV മുകേഷ് എന്ന മാതൃഭൂമിയുടെ വെബ്സൈറ്റിൽ തിരിഞ്ഞാൽ 100 കണക്കിന് കഥകൾ, അതിജീവന കഥകൾ നമുക്ക് കാണാൻ കഴിയും. ആ അതിജീവന കഥകൾ അതെല്ലാം നന്മയുള്ള, നമുക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിന് മുന്നിൽ പതറിപ്പോകരുത്. കണ്ടോ, ഇത്രയും വലിയ വലിയ ഉദാഹരണങ്ങൾ, ജീവിതം തിരികെ പിടിച്ച എത്രയോ നല്ല മാതൃകകൾ നമുക്ക് മുന്നിലേക്ക് എത്തിച്ച്, ലോകത്തിന് മുന്നിലേക്ക് എത്തിച്ചാണ് അവൻ്റെ മടക്കം. ഇനിയില്ല എന്നത് ഇപ്പോഴും ഞങ്ങൾക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അവൻ്റെ വീട്ടുകാരുടെ, അവൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ ആ പ്രയാസം അവരൊക്കെ ഇപ്പോഴും. സംസ്കാര ചടങ്ങുകൾ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം AV മുകേഷ് ഓർമ്മയാകും. മലപ്പുറത്തെ പരപ്പനങ്ങാടിയിലെ ചെട്ടിപ്പടിയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. ഇന്ന് പുലർച്ചെയാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായി മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. ആ കുടുംബത്തെ, ഭാര്യ ടിഷയെ ആശ്വസിപ്പിക്കാൻ ഒരാൾക്കും കഴിയുന്നില്ല. ഒരാൾക്കും ഇനിയില്ല എന്നത് വിശ്വസിക്കാനും ഏറെ പ്രയാസകരമാണ്. അനൂപ് ദാസ് ഇന്നലെ, അനൂപിൻ്റെ വലിയ സുഹൃത്താണ്, അവർ ഒരുമിച്ചായിരുന്നു ഇന്നലെ കുറേ കാലം ഡൽഹിയിലുണ്ടായിരുന്നത്. അനൂപ് ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഈ ശമ്പളം കിട്ടുന്നതിന് മുൻപും അല്ലാതെയും ഈ സാധാരണക്കാർക്കൊക്കെ വേണ്ടി ആ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം, ഒരു വിഹിതം മാറ്റിവെക്കുക മാത്രമല്ല, ഇവരെ കൊണ്ടൊക്കെ കൊടുപ്പിക്കുകയും ചെയ്യുന്ന അങ്ങനെ മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി. ഇത് മാധ്യമപ്രവർത്തകനും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുന്നു, ക്യാമറ ആ ജോലി ചെയ്യുന്നു, പക്ഷെ ആ ജോലി, ആ ക്യാമറ ഓഫ് ആക്കുന്നതിലൂടെ അവൻ്റെ ജോലി അവസാനിപ്പിച്ചിരുന്നില്ല. മാധ്യമ പ്രവർത്തനം എന്നതൊരു പൊതുപ്രവർത്തനമാണ്, അല്ലെങ്കിൽ അതൊരു വെറും തൊഴിലല്ല, വെറും ജോലിയല്ല എന്ന് നമുക്ക് കാണിച്ചു തന്ന്, നമ്മളോട് പറഞ്ഞു തന്ന് എന്താവണം മാധ്യമ പ്രവർത്തനം, അല്ലെങ്കിൽ എങ്ങനെയാവണം ജോലി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപക്ഷെ പഠിപ്പിച്ച് ഒരു നല്ല മാതൃക പറഞ്ഞു തന്നാണ് AV മുകേഷ് യാത്രയാവുന്നത്. അനൂപ് ദാസും വൈശാഖ് ജയ്വാലിനും അവർ രണ്ടുപേരും ഉത്തരേന്ത്യയിൽ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയതായിരുന്നു. പക്ഷെ അതിനിടയിലും മുകേഷിനെ കാണാൻ വേണ്ടി, അവസാനമായി ഒരു യാത്ര പറയാൻ വേണ്ടി വീട്ടിലേക്ക് മലപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയാവുന്നത് മുകേഷ് എടുത്ത ഫ്രെയിമുകളും, മുകേഷ് പറഞ്ഞ കഥകളും, മുകേഷ് കരിപ്പിടിപ്പിച്ച ജീവിതങ്ങളുമായിരിക്കും. ഏതായാലും അങ്ങേയറ്റവും വൈകാരികമായ അവസ്ഥ ഇപ്പോഴും ഈ വീട്ടിൽ തുടരുകയാണ്. ഇത് കണ്ടു നിൽക്കാൻ പോലും കഴിയാതെ നമ്മുടെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ക്യാമറാമാൻ, റിപ്പോർട്ടർ, ഡ്രൈവർ എല്ലാം തന്നെ ഇപ്പോൾ കരഞ്ഞു തളർന്ന അവസ്ഥയിലാണ്. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഈ വീടിന്റെ മുറ്റത്ത് കാണാൻ കഴിയുന്നത്. ഏതായാലും അന്ത്യകർമ്മങ്ങൾ ആരംഭിച്ചു. അപ്പോഴും അലമുറയിട്ട് കരയുന്ന ഭാര്യയും ബന്ധുക്കളും ആൾക്കാരും ഒക്കെ തന്നെ ഇവിടെ കാണുന്നു. ഒരു പക്ഷേ സാധാരണ നമ്മൾ ഒരു മരിച്ച വീട്ടിൽ കാണുന്നതിലും കൂടുതൽ വൈകാരികമായ ഒരു അന്തരീക്ഷം
നമുക്ക് മുകേഷിന്റെ വീട്ടിലുണ്ട്. മുകേഷിന്റെ വീട് തന്നെ നമുക്ക് കണ്ടാലറിയാം. ശരാശരിയിൽ താഴെ വളരെ ചെറിയൊരു വീട്. ആ വീട്ടിൽ നിന്ന് അവൻ ഇങ്ങനെ ജോലി ചെയ്ത് ഡൽഹി പോലുള്ള സ്ഥലത്തൊക്കെ ജോലി ചെയ്ത് അവൻ കിട്ടുന്ന പണത്തിൽ നിന്ന് ഒരു വിഹിതം ഇത്തരത്തിലുള്ള ഒരു പൊതുപ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിജീവനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാർക്ക് വേണ്ടി നൽകിയിരുന്നു എന്നതുൾപ്പെടെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് അനൂപ്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് AV മുകേഷ്. അതുകൊണ്ട് തന്നെ മുകേഷിന്റെ ജീവിതത്തിന് കൂടുതൽ അർത്ഥങ്ങളുണ്ട്, വ്യാപ്തികളുണ്ട്. അതുകൊണ്ട് കൂടിയാകാം ഒരുപക്ഷെ ആൾക്കാർ ഇപ്പോഴും വിട്ടുപിരിയാതെ വന്നവരാരും തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകാതെ ഈ വീടിന്റെ പരിസരങ്ങളിലെല്ലാം തന്നെ നിൽക്കുകയും അന്ത്യോപചാരം അർപ്പിച്ചതിന് ശേഷവും അവിടെ തന്നെ തുടരുകയും ചെയ്യുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് ഒരു പൊതുദർശനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ തിരിച്ചു പോകുന്നതാണ്. പക്ഷെ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്ഥിതിയാണ് ഉള്ളത്. ഒരുപാട് മാധ്യമ പ്രവർത്തകർ, കൂടെ ജോലി ചെയ്തവർ, കേട്ടുപരിചയമുള്ളവർ, ഒരു ബന്ധവും പ്രത്യക്ഷത്തിൽ ഇല്ലാത്ത ആൾക്കാർ വരെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനു പുറമെ ഈ പരിസരത്തു നിന്നും അപ്പുറത്തുള്ള എത്രയോ പല പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട്. വഴികളും വിവരങ്ങളും ചോദിച്ച് ഇന്നലെ മുതൽ തന്നെ ഒട്ടേറെ പേർ നമ്മുടെ ഗ്രൂപ്പുകളിലും മറ്റും സന്ദേശങ്ങൾ അയക്കുകയും വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഈ സമയമാകുമ്പോഴേക്കും എത്തി. അല്പസമയം കൂടി ദീർഘിപ്പിക്കണം എന്ന്, 10 മണിക്ക് മൃതദേഹം എടുക്കരുത്, കുറച്ചുകൂടി കാത്തു നിൽക്കണം എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഇപ്പോൾ കാത്തു നിൽക്കുന്നില്ല. ഇപ്പോൾ മൃതദേഹം ജില്ലയിലേക്ക് എടുക്കുകയാണ്. മുകേഷിന്റെ മൃതദേഹം ചിതയിലേക്ക് എടുക്കുകയാണ്. സഹപ്രവർത്തകരും സുഹൃത്തുക്കളും കുടുംബക്കാരും അവിടെയുള്ള അവൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുമെല്ലാം അന്തിമോപചാരം അർപ്പിച്ചു. CK പറഞ്ഞതുപോലെ ഒരു പരിചയവുമില്ലാത്ത, ഒരു തരത്തിലും മുകേഷിനെ അറിയാത്ത ആളുകൾ പോലും വീടെവിടെയാണെന്ന് ചോദിച്ച് അവനോട് യാത്രാമൊഴി ചൊല്ലാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇത്രത്തോളം സാർത്ഥകമായ ജീവിതമാണ് എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കുറേ ആളുകളെ വേദനിപ്പിച്ച്, കുറേ ആളുകളെ കരയിപ്പിച്ചാണ് മുകേഷിൻ്റെ ജീവിതം. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ ഈ ചെറുപ്രായത്തിൽ തന്നെ എത്രയോ ജീവിതങ്ങൾക്ക്, എത്രയോ മനുഷ്യർക്ക് വഴികാട്ടിയായി അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സഹായിച്ചൊരു വ്യക്തിയാണ്. ഒരു പക്ഷേ നാളെ AV മുകേഷ് എന്ന് ഓർക്കുമ്പോൾ അങ്ങനെയായിരിക്കും അവൻ ഓർമ്മിക്കപ്പെടുക. അതിജീവിക്കാൻ പ്രയാസപ്പെട്ട കുറേ മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കൈത്താങ്ങായൊരു വ്യക്തിയായിട്ടായിരിക്കും AV മുകേഷ് അറിയപ്പെടുക. അതിൽ കൂടുതൽ എന്താണല്ലേ ഒരു മനുഷ്യന് ജീവിതത്തിൽ വേണ്ടത്? അല്ല, സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഏറെ പ്രയാസത്തോടെ, ഏറെ വേദനയോടെ, ഏറെ കണ്ണീരോടു കൂടിയാണ് അവനെ യാത്രയാക്കുന്നത് ഞങ്ങളെല്ലാവരും, മാതൃഭൂമിയിലുള്ള എല്ലാവരും. പലർക്കും പല ഓർമ്മകളാണ് AV മുകേഷിനെ കുറിച്ച് പങ്കുവയ്ക്കാനുള്ളത്. പക്ഷേ എല്ലാ ഓർമ്മകളിലും അവൻ ആരായിരുന്നു, എത്രത്തോളം മനുഷ്യസ്നേഹിയായിരുന്നു അവൻ എന്നുള്ളത് ഓരോ ഓർമ്മകളിലും നമുക്ക് കാണാൻ കഴിയും. അവൻ വന്ന വഴി അതായിരുന്നു അവനെ ആക്കിയത്. കുറേ പ്രയാസങ്ങൾ അതിജീവിച്ച്, കുറേ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് ഉള്ള വളർച്ചയായിരുന്നു അവൻ്റേത്. അതുപോലെ അവനെപ്പോലെ പ്രശ്നം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്നവരുടെ കണ്ണീര് കാണാൻ അതുകൊണ്ട് അവന് സാധിക്കുകയും ചെയ്തിരുന്നു. CK, ചടങ്ങുകൾ കഴിഞ്ഞോ? ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ പൂർത്തിയാകും. വീട്ടുവളപ്പിൽ തന്നെ ഒരുക്കിയ പ്രത്യേക സ്ഥലത്താണ് സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാവിലെ 7:55 പാലക്കാട് കാട്ടാനയുടെ ദൃശ്യം പകർത്തുമ്പോഴുണ്ടായ അപകടത്തിൽ, കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തു. അതാണ് മുകേഷിന്റെ ഏറ്റവും അവസാനത്തെ കാലം.
അതിനു മുൻപ് മുകേഷ് ഡൽഹിയിലും പാലക്കാടിന്റെ മറ്റു സ്ഥലങ്ങളിലുമെല്ലാമായി മാതൃഭൂമിക്ക് വേണ്ടിയും ഇന്ത്യ വിഷനു വേണ്ടി ഉൾപ്പെടെയുള്ള ചാനലുകൾക്കെല്ലാം തന്നെ പ്രമുഖമായ ദൃശ്യങ്ങൾ പകർത്തുകയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഡൽഹിയിലായിരുന്നു ഏറെക്കാലം. ഡൽഹിയിലെ കാലയളവിലും മുകേഷിന്റെ പ്രവർത്തനം വളരെ വിശാലവും വിപുലവുമായ രീതിയിലായിരുന്നു. സാധാരണ ഒരു റിപ്പോർട്ടിങ്ങിൽ നിന്നും അപ്പുറത്തേക്ക് ഒട്ടേറെ കാര്യങ്ങൾ എ വി മുകേഷ് പകർത്തുകയും അറിയിക്കുകയും ചെയ്തു. അതിൽ എടുത്തു പറയുന്ന കാര്യമാണ് നമ്മൾ ഇന്നലെ മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിജീവനം എന്ന മുകേഷിന്റെ കോളം. ആ കോളത്തിലൂടെയായിരുന്നു മുകേഷ് എന്താണ്, ആരാണ് മുകേഷ് എന്നത്. മുകേഷ് ഒരു കേവലം ക്യാമറാമാൻ ആയിരുന്നില്ല എന്നതിനപ്പുറത്തേക്കുള്ള മുകേഷിന്റെ കാഴ്ചപ്പാടുകളും മുകേഷിന്റെ വിശകലനങ്ങളും എല്ലാം തന്നെ അതിലൂടെയായിരുന്നു പുറത്തു വന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ മുകേഷ് അടയാളപ്പെടുത്തിയ വരികളും വാക്കുകളും ദൃശ്യങ്ങളുമായിരുന്നു ഈ കോളങ്ങൾ മുഴുവൻ. അങ്ങനെയുള്ള ഒരു മുകേഷിനെ, പ്രതിഭാധനനായ ഒരു മാധ്യമപ്രവർത്തകനെയാണ് നമ്മൾക്കൊപ്പം ഇന്നലെ വരെ ഉണ്ടായിരുന്ന മുകേഷിനെയാണ് നമ്മൾ ഇന്ന് വിട്ടുപിരിയുന്നത്. ഇനി മുകേഷ് നമ്മൾക്കൊപ്പമില്ല, മാതൃഭൂമിയിലില്ല, ഇനി ഈ ഭൂമുഖത്തെ ഇല്ല. ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഇനിയും കഴിയാത്ത ഒട്ടേറെ പേർ നമുക്ക് ചുറ്റിലും ഇപ്പോഴും ഉണ്ട്. എങ്കിലും മുകേഷ് എന്ന് പറയുന്ന ആൾ ഇല്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ പറ്റൂ എന്ന് നമ്മളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ ചടങ്ങുകളും മറ്റുമെല്ലാം തന്നെ. അതുകൊണ്ട് ജീവിതത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി ഈ ചട്ടിപ്പടിയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ ചടങ്ങുകൾ കഴിയുന്നതോടുകൂടി തന്നെ മുകേഷ് നമ്മൾക്കിടയിൽ ഓർമ്മ മാത്രമായി മാറും. അത് ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. എ വി മുകേഷ് ഇനി ഓർമ്മയാവുകയാണ്. ഇനി ഇല്ല എന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൻ്റെ സുഹൃത്തുക്കൾ, അവൻ്റെ ബന്ധുക്കൾക്കും ആർക്കും അവൻ ഇനിയില്ല, നാളെ അവിടെ ഇല്ല, എ വി മുകേഷ് ഇല്ല എന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചടങ്ങുകൾ അവസാന ഘട്ടത്തിലാണ്. നമ്മൾ പറഞ്ഞതുപോലെ അവൻ്റെ ക്യാമറകൾ, അവൻ്റെ ഫ്രെയിമുകൾ, അവൻ നമുക്ക് കാണിച്ചു തന്ന ജീവിതങ്ങൾ, അവൻ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച മനുഷ്യരുടെ കഥകൾ, അവൻ്റെ എഴുത്തുകൾ, അതൊക്കെ ബാക്കിയാകും. ആ നല്ല കുറേ ഓർമ്മകൾ, കുറേ മനുഷ്യർക്ക് നല്ല ഓർമ്മകൾ ബാക്കി വെച്ചാണ് എൻ്റെ മടക്കം. ഒരു ആശ്വാസവാക്കിനും ആ കുടുംബത്തിൻ്റെ ഒരു ആശ്വാസവാക്കിനും ഒരു നല്ല വാക്കിനും ആ കുടുംബത്തിൻ്റെ കണ്ണീര് ഈ സമയത്ത് ഒപ്പിയെടുക്കാൻ കഴിയില്ല. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് കുറേ മനുഷ്യരെ സഹായിച്ച, കുറേ മനുഷ്യർക്ക് തണലേകിയ, കുറേ മനുഷ്യർക്ക് അതിജീവിക്കാനുള്ള വഴി കാണിച്ച വ്യക്തിയാണ് ആ അങ്ങനെ കിടക്കുന്ന കാണാൻ പോലും പ്രയാസമാണ്. അമ്മൂല